നവരാത്രിയിൽ നിത്യദീപം കൊളുത്തുന്നത് ദുർഗാദേവിയുടെ പ്രത്യേക അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നു. നവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാരമ്പര്യങ്ങളിലൊന്നാണ് അഖണ്ഡജ്യോതി. 9 ദിവസം തുടർച്ചയായി ജ്വലിക്കുന്ന ഈ പുണ്യജ്വാല ദുർഗാദേവിയുടെ അനന്തമായ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. സെപ്റ്റംബർ 21 നവരാത്രിക്ക് ഒരു ദിവസം മുൻപ് സർവ പിതൃ അമാവാസിയും സൂര്യഗ്രഹണവും ഒത്തുചേർന്നു. ഇത് അഖണ്ഡജ്യോതി പ്രകാശിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. നവരാത്രിയിൽ ദുർഗാദേവിയുടെ മുന്നിൽ അഖണ്ഡജ്യോതി കത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ ഗുണങ്ങളും എന്താണെന്നും നമുക്ക് നോക്കാം. നിത്യദീപം ദുർഗാദേവിയുടെ ശക്തിയെയും വിശുദ്ധിയെയും പ്രതീകപ്പെടുത്തുന്നു. അതിനാൽ നവരാത്രിയിൽ അഖണ്ഡജ്യോതി കത്തിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. നവരാത്രിയിൽ നിത്യദീപം കൊളുത്തുന്നത് ദുർഗാദേവിയുടെ പ്രത്യേകം അനുഗ്രഹം പ്രദാനം ചെയ്യും. 9 ദിവസം ഈ പുണ്യജ്വാല ജ്വലിക്കുന്ന വീടിന് ദുർഗാദേവിയുടെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ജ്വാല പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല, ജീവിതത്തിൽ സന്തോഷം, സമൃദ്ധി, സമാധാനം എന്നിവയിലേക്കുള്ള വഴി നിങ്ങൾക്ക് തുറക്കുകയും ചെയ്യും. നവരാത്രി സമയത്ത് നിത്യദീപം തെളിയിക്കുന്നത് വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിത്യജ്വാലയുടെ ജ്വാല വിശുദ്ധിയുടെയും ദൈവികതയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ ജ്വാല ചുറ്റുമുള്ള പരിസ്ഥിതിയെ ശുദ്ധീകരിക്കും. നവരാത്രിയുടെ നിത്യജ്വാല ദുർഗാദേവിയെ പ്രസാദിപ്പിക്കുന്നതായിരിക്കും. ഇത് വീടിന് സന്തോഷം, സമൃദ്ധി, നല്ല ആരോഗ്യം എന്നിവയും അനുഗ്രഹങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ നിത്യജ്വാല കുടുംബാംഗങ്ങൾക്ക് സമൃദ്ധിയും പുരോഗതിയും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടും. നിത്യദീപം കത്തിക്കുന്നത് മുൻകാല കർമ്മങ്ങളുടെ പാപങ്ങൾ ഇല്ലാതാക്കുക മാത്രമല്ല, പുണ്യം നേടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നിത്യജ്വാല പുണ്യത്തിലേക്ക് വഴിയൊരുക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അഖണ്ഡജ്യോതിയുടെ പരിചരണവും ശരിയായ രീതിയും. നവരാത്രിയുടെ 9 ദിവസവും അഖണ്ഡജ്യോതി തുടർച്ചയായി ജ്വലിച്ചുകൊണ്ടിരിക്കണം. ഇത് വെറുമൊരു വിളക്കായല്ല, മറിച്ച് ദുർഗാദേവിയുടെ ആരാധനയുടെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ അതിൻ്റെ പരിചരണത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് വളരെ പ്രധാനമാണ്. അഖണ്ഡജ്യോതി തുടർച്ചയായി കത്തിക്കൊണ്ടിരിക്കാൻ ഇടയ്ക്കിടെ നെയ്യോ എണ്ണയോ ചേർക്കണം. ചിലപ്പോൾ കാറ്റുകൊണ്ടോ മനഃപൂർവ്വമല്ലാത്ത തെറ്റുകൊണ്ടോ മറ്റു കാരണങ്ങളാലോ വിളക്കണഞ്ഞു പോയേക്കാം. ഇങ്ങനെ സംഭവിച്ചാലും വിഷമിക്കേണ്ടതില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ദുർഗാദേവിയോട് ക്ഷമാപണം നടത്തി വീണ്ടും വിളക്ക് തെളിയിക്കാം.